പെന്തക്കോസ്ത് പ്രവർത്തകർ ആക്രമിച്ച പത്തനംതിട്ട അടിച്ചിപ്പുഴ വനവാസി ഉന്നതിയിലെ ജനങ്ങളെ വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദി നേതാക്കളും പ്രവർത്തകരും സന്ദർശിച്ചു. വനവാസി വിഭാഗത്തിന്റെ ഭൂമിയും വിശ്വാസങ്ങളും സംരക്ഷിച്ചു നിലനിർത്തുന്നതിന് ആവശ്യമായ നിയമസഹായങ്ങൾ ഇരു സംഘടനകളും വാഗ്ദാനം ചെയ്തു. വനവാസി വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടും കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റുകളും സാംസ്കാരിക നായകരും മൗനം പാലിക്കുന്നത് ദൗർഭാഗ്യകരമെന്നും നേതാക്കൾ പ്രതികരിച്ചു. റാന്നി അടിച്ചിപ്പുഴ വനവാസി ഉന്നതിയിലെ പെന്തക്കോസ്ത് കടന്നുകയറ്റവും അക്രമവും ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. പെന്തക്കോസ്ത് കടന്നുകയറ്റത്തിനെതിരെ വനവാസികൾ നടത്തിയ പ്രതിഷേധത്തിലേക്ക് പെന്തക്കോസ്ത് പ്രവർത്തകർ സംഘടിച്ചെത്തി ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതാക്കളും പ്രവർത്തകരും ഉന്നതിയിലെത്തി വനവാസി ജനവിഭാഗത്തെ സമ്പർക്കം നടത്തിയത്. ഗോത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും ഗോത്രഭൂമിയും സംരക്ഷിക്കുന്നതിന് നിയമസഹായങ്ങൾ ഉൾപ്പെടെ VHPയും ഹിന്ദു ഐക്യവേദിയും വാഗ്ദാനം ചെയ്തു. ആളുകൾ ഇന്ന് ഇവിടെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് മാറണം. ഇവർക്ക് അടിസ്ഥാന സൗകര്യം, വഴി വേണം, വെളിച്ചം വേണം, കുടിക്കാനുള്ള വെള്ളം വേണം. ഇതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട ജോലി സർക്കാരിനും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഉള്ളതാണ്. സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള നിലയിൽ നമുക്കും എല്ലാ സഹായങ്ങളും, നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും കൊടുക്കാൻ നമ്മളും തയ്യാറാണ്. പക്ഷേ ഇവിടെ കയറി മതപരിവർത്തനം നടത്താൻ ആരെയും അനുവദിക്കില്ല. വനവാസി വിഭാഗത്തെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത പെന്തക്കോസ്ത് പ്രവർത്തകർക്കെതിരെ കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റുകളും സാംസ്കാരിക നായകരും മൗനം പാലിക്കുകയാണെന്ന് VHP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളായിക്കൊള്ളട്ടെ, ഭരണപക്ഷമായിക്കൊള്ളട്ടെ, പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, യാതൊരുവിധമായ സഹായവും ഇക്കോട്ടർക്ക് ചെയ്തു കൊടുക്കുന്നില്ല. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്ക് ആരാധന നടത്താൻ സാധിക്കുന്നില്ല. അവരിലേക്ക് പെന്തക്കോസ്ത് വിശ്വാസികളുടെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം ചില പെന്തക്കോസ്ത് സഭകൾ നടത്തുന്നുണ്ട്. ധാരാളം പണം ഒഴുക്കുന്നുണ്ട്. അതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിനുവേണ്ടി പിന്തുണ നൽകാനാണ് ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ പ്രദേശത്തെ കാര്യകർത്താക്കളെല്ലാം കൂടി ആ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായവും എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. ഉന്നതിയിലെ ജനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹായങ്ങളും വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും വാഗ്ദാനം ചെയ്തു. ജനം, പത്തനംതിട്ട.